കൊൽക്കത്തയിലെ ടിപ്പു സുൽത്താൻ മസ്ജിദ് പലരും പാഠപുസ്തകങ്ങളിൽ മാത്രം കേട്ടിട്ടുണ്ടാവുള്ളൂ. എന്നപ്പോൾ നേരിട്ട് കണ്ടോളി. സ്വന്തം വാപ്പാന്റെ ഓർമ്മക്കായി ടിപ്പു സുൽത്താന്റെ 11ാമത്തെ മോൻ ഗുലാം മുഹമ്മദ് സുൽത്താൻ ഉണ്ടാക്കിയതാണ് ഈ പള്ളി. വേണമെങ്കിൽ കുറെ കുട്ടികളെയും മക്കളൊക്കെ ഉണ്ടാക്കിയോളൂ. ഇന്ന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിക്കോളും. ഈ പള്ളി കണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു കാക്ക വന്ന് സലാം തന്നു. പിന്നെ ഈ പള്ളിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പള്ളിയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്നുണ്ട്. ഈ പള്ളി പിന്നെ ഒരു 3-in-1 സെറ്റപ്പാണ്. ഈ പള്ളിയിൽ ചുവപ്പ് കാർപ്പറ്റ് ഉണ്ട്. ചുവപ്പിൽ വേണ്ട ഒരു കയ്യിൽ നിസ്കരിക്കാം. പിന്നെ വെള്ള മാർബിൾ ഉണ്ട്, അതിൽ നല്ല തണുപ്പുണ്ടാവും, അതിൽ വേണമെങ്കിൽ നിസ്കരിക്കാം. പിന്നെ ഒരു ചെസ് ബോർഡ് വരയ്ക്കാത്ത ഒരു മാർബിൾ, അവിടെയാണ് കാര്യമായിട്ട് റെസ്റ്റൊക്കെ. അവിടെ ഒരു ഓപ്പൺ സ്പേസും ഉണ്ട്, റൂഫൊന്നും ഇല്ലാതെ. പിന്നെ പ്രാവിന് തീറ്റ കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ കൈ ഒട്ടിയപ്പോൾ കുറച്ച് പ്രാവ് മാത്രം പാറിയിട്ടുള്ളൂ, ആകെ ചെളായി. പിന്നെ ഈ പള്ളിയിൽ വുളു എടുക്കാൻ സ്പെഷ്യൽ സ്പേസ് തന്നെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വുളുവിൻ്റെ സെറ്റ്. പിന്നെ ആർക്കിടെക്ചറൊക്കെ പൊളിയാണ്. പിന്നെ ഇവിടെ ഒരു ഖുർആൻ റിലേറ്റഡ് ലൈബ്രറി ഉണ്ട്, ഖുർആൻ്റെ ജുസ് പാർട്ടീഷൻ, അതുപോലെ ഖുർആൻ റിലേറ്റഡ് ഒരുപാട് ബുക്സ്, ഖുർആൻ്റെ കഥകളൊക്കെ പറയുന്ന. പിന്നെ ഈ പള്ളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നപ്പോൾ ഒരു ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റി. ലൈറ്റ് ഭയങ്കര ഇഷ്ടമായി. ആ ലൈറ്റിക്ക് നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്, നല്ല രസമുള്ള ലൈറ്റ്. സിറ്റിൻ്റെ ഏത് തിരക്കിലും ആളുകൾക്ക് ആശ്വാസമായി പടച്ചവരോട് അടുക്കാനുള്ള ഒരു ഇതിനാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമ.